ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒന്നുകൂടി അതൊന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കണം. നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? അതൊന്നുകൂടി നിങ്ങൾ വിശദീകരിക്കണം. ഞങ്ങൾ ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. രണ്ട് ചോദ്യത്തിന് മറുപടി ബാത്തില്ല. മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ വാദമില്ലേ? അങ്ങനെ വാദമുണ്ടെങ്കിൽ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട്, ഈ ഒരുപാട് ആയത്ത് അതാണ് ചോദിക്കോളി, ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്ന് തെളിയിക്കണം. മൂന്നാമത്തെ ചോദ്യം. ഇന്നും എന്നും പറയും നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ. ഈ ഉത്തരം പറഞ്ഞാൽ പറയണ്ട, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാതെയുണ്ട്. അത് ശിർക്കാണ് ഖുർആനില്ലേ? അല്ലാഹുവിനെ ഒറ്റപ്പെട്ടവര് ഇബാദത്തുകൾ അതിലുണ്ട്. അത് ശിർക്കാണ് ഖുർആനില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇല്ലാത്ത ഉലുമുകൾ അതിലുണ്ട്, കുഫർ അതിലുണ്ട്, കള്ളക്കഥ അതിലുണ്ട്, ബിദ്അത്ത് അതിലുണ്ട്. അവിടെ ശിർക്ക് മാത്രമല്ല, അതിൽ ഖുറാഫാത്തുണ്ട്, അതിൽ കുഫറുമുണ്ട്, അതിൽ ബിദ്അത്തുമുണ്ട്, കള്ളക്കഥയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വഹാബത്തിന്റെ പേരിൽ ഇല്ലാത്ത എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അതാ ഉമർ മൗലവി പറഞ്ഞത് അത് ശിർക്കാണ്. ഉമർ മൗലവി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അപ്പോൾ നിങ്ങൾക്ക് വായിച്ചല്ലോ, എന്റെ എപ്പോൾ പറയാത്തത് നിങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിച്ചാൽ വായിക്കുന്നറിയാം, വായിച്ചാൽ പൊളിയുന്നറിയാം, അതങ്ങൾ ചോദിക്കാത്തത്. അതുകൊണ്ട് തന്നെ ആ വാദം അങ്ങനെ തന്നെ നിൽക്കുന്നു. അടിസ്ഥാനമായി ബിദ്അത്താണ് നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ, നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങൾ, നിങ്ങൾ കൊണ്ടെടുക്കുന്ന ഈ വക പാഠകിതാബുകൾ, അതെല്ലാം ശിർക്ക് തന്നെയാണ്. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. എന്റെ വ്യവസ്ഥ ഇപ്പൊ സുന്നത്തിലെ പേടികൾക്ക് ഈ മനുഷ്യന്മാരെ എത്ര വർഷം ചോദിച്ചു, സുന്നത്തിന് എഴുതാൻ എഴുതാൻ പറ്റൂല, എന്നാ ഇസ്ലാമികൾ എഴുതാൻ പറ്റൂല. അത് എഴുതിയല്ലോ, സുന്നത്താന്ന് എഴുതാണ്ടായില്ല, ഇസ്ലാമികൾ എഴുതാണ്ടായില്ല. പിന്നെ എഴുതിയെന്താ? നബിദിനാഘോഷം ശിർക്കല്ല, അല്ല ചൊറുക്കളവാണ്. നബിദിനാഘോഷം ശിർക്കല്ല. നിങ്ങൾക്ക് വാദമൊന്നുമില്ല ഇത് അത് സുന്നത്താണെന്നോ അല്ലെങ്കിൽ വാജിബാണെന്നോ, അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ഹുക്കം നമുക്കില്ല, ശിർക്കല്ല. പക്ഷെ ബാനർ വന്നപ്പോഴോ ഇസ്ലാമികമോ അനിസ്ലാമികമോ. അതുകൊണ്ട് ഷാഫി സ്വലാഹിദിനും കുഴപ്പമില്ല, ഉമർ മൗലവിദിനും കുഴപ്പമില്ല, ഇസ്ലാമിനും കുഴപ്പമില്ല, അൽ മുർഷിദിനും കുഴപ്പമില്ല. അൽ മുർഷിദ് എന്താ പറഞ്ഞത്? അൽ മുർഷിദ് പറയാ, എന്നാൽ റബീഉൽ മാസത്തെ തങ്ങളുടെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചുവെന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. റബീഉൽ അവ്വൽ മാസം വന്നാൽ വീടുതോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചരിത്രം അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്ക് മറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അതിലില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനദിവസമുണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകൾ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയുള്ള മൗലിദ്, കേട്ടോ, അറബി ഭാഷയുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലി പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് സൃഷ്ടിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിക്കയില്ല. ചൊല്ലിക്കുന്നതിന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാണ് ഇങ്ങനെയാണോ, ഇതുകൊണ്ടാണോ നബിയുടെ ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? അല്ല, പിന്നെങ്ങനെ? നബിയെ പിൻപറ്റിക്കൊണ്ടാണ് ആ നബിയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ മുർഷിദുള്ളത് എന്താ മുസ്ലിങ്ങൾ വിചാരിച്ചത്? അടുത്ത മുർഷിദ് എടുക്കണോ? അതുകൊണ്ട് തന്നെ ആ വാദം അങ്ങനെ തന്നെ നിൽക്കുന്നു. അടിസ്ഥാനമായി ബിദ്അത്താണ് നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ, നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങൾ, നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഈ വക പാഠകിതാബുകൾ, അതെല്ലാം ശിർക്ക് തന്നെയാണ്. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. റബ്ബല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അതിലുണ്ട്. അത് ശിർക്കാണ്. ഖുർആൻ ആയത്തില്ലേ, എത്ര ആയത്തുണ്ട്? ആ ആയത്തുകൾക്ക് എല്ലാം വിരുദ്ധമാണ്. നിങ്ങൾ റബ്ബല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് നിങ്ങൾ അവിടെ വിളിച്ചു പാടുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലെ വിളിച്ചുകൊണ്ട് നബിയെ താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ, താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ എന്ന് പറയുന്നില്ലേ? രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ എന്ന് ആ നബിയോട് പ്രാർത്ഥനയില്ലേ? ഇത് ശിർക്കാണ് എന്ന് ഈ കാലങ്ങളെയും ഞങ്ങൾ പഠിപ്പിച്ചു. ആയത്ത് മുഴുവനും അതിന് ബാധകമാണ്. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത് എന്ത് അതിഗുരുതരമായ മറ്റു താത്വിക വശം മൗലിദ് കഴിക്കുന്നത് ഉണ്ട്. അതായത് സൃഷ്ടിക തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മുഹീദ്ദീൻ ശൈഖിനെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നവനും ആശിക്കുന്നത്? അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് അവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിനെ കഴമ്പാടാനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായാണെന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. മനസ്സിലായ അല്ലാഹു അക്ബർ. അതെ, ഇർഫാന്റെ കളവ് പൊളിഞ്ഞപ്പോ സ്വന്തം തക്ബീർ ചൊല്ലി. അതാ സംഭവിച്ചത്. കണ്ടകള്, ഇർഫാൻ മൂടി വെച്ചത് നമ്മൾ വായിച്ചപ്പോ ഓല പോലത്തെ കിബീർ